ഹായ് ഓൾ, വെൽക്കം ടു ലേൺവൈസിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഇതിനോടകം തന്നെ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തരും ഈ വിവരം അറിഞ്ഞിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ കരുതുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാനുവരി 2026 അഡ്മിഷൻ സൈക്കിൾ ഇഗ്നോയിൽ ഓപ്പൺ ആയിട്ടുണ്ട്. ജനുവരി 31 വരെയാണ് നിങ്ങൾക്ക് നിലവിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അപ്പൊ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ തന്നെ എങ്ങനെ അപ്ലൈ ചെയ്യണം, ഏതൊക്കെ കോഴ്സാണ് സെലക്ട് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത്, റീജിയണൽ സെന്റർ ഏത് സെലക്ട് ചെയ്യണം, സ്റ്റഡി സെന്റർ ഏത് സെലക്ട് ചെയ്യണം, ഫീ പേയ്മെന്റ് എങ്ങനെയാണ് എന്നിങ്ങനെയുള്ള ഒരുപാട് സംശയങ്ങൾ ഓരോ കോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ലേണറുടെ മനസ്സിലുണ്ടാവും. ആ സംശയങ്ങളൊക്കെ തന്നെ തീർക്കുന്നതിനായിട്ടാണ് ഈ ഒരു വീഡിയോ. ഈ വീഡിയോയിൽ നമ്മൾ പ്രധാനമായും ഇഗ്നോ ആപ്ലിക്കേഷൻ എങ്ങനെ ഫിൽ ചെയ്യാം, അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, തയ്യാറാക്കി വെക്കേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്, അപ്പാർ ID എന്താണ്, ABCD എന്താണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജാനുവരി 2026 അഡ്മിഷൻ സൈക്കിളിലേക്കുള്ള ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാവുന്നതാണ്, രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് ഒരു കോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ലേണർ ആണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതിരിക്കുക. ഈ വീഡിയോ മൊത്തം കാണുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തുക. നിങ്ങളുടെ എല്ലാ സംശയങ്ങളും ഈ വീഡിയോ കാണുന്നതോടുകൂടി കഴിയുന്നതായിരിക്കും. സോ ഒട്ടും സമയം കളയാൻ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ആപ്ലിക്കേഷന്റെ കൂടുതൽ വിവരങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ലേൺവൈസിനെ പറ്റി അറിയാത്തവർക്ക് വളരെ ചുരുക്കം വാക്കുകൾ ഞാൻ ലേൺവൈസിനെ പരിചയപ്പെടുത്താം. രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള എല്ലാവിധ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺവൈസ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും ലേൺവൈസിൽ ജോയിൻ ചെയ്യുന്നതിനായിട്ടും താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാവുന്നതാണ്. ഇനി ഒട്ടും സമയം കളയാൻ നമുക്ക് നമ്മളുടെ ജാനുവരി 2026 ഇഗ്നോ അഡ്മിഷൻ സൈക്കിളിലെ രജിസ്ട്രേഷൻ എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ള വിവരങ്ങളിലേക്ക് കടക്കാം. സോ ആദ്യമേ തന്നെ നമ്മൾക്ക് രജിസ്ട്രേഷൻ ലിങ്കിലേക്ക് കടക്കുന്നതിനായിട്ട് വളരെ സിമ്പിൾ ആണ്. ഇഗ്നോ അഡ്മിഷൻ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ആദ്യം വരുന്ന ലിങ്ക് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. സോ അതിന്റെ അഡ്രസ് ignoadmission.samar.edu.in എന്നുള്ളതാണ്. ഇനി ഇതിൽ കയറേണ്ടുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഗ്നോ രണ്ട് തരത്തിലുള്ള കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ കോഴ്സുകളും ODL ഓപ്പൺ ആൻഡ് ഡിസ്റ്റൻസ് ലേണിംഗ് കോഴ്സുകളും. അതിൽ ഭൂരിഭാഗം വരുന്ന ലേണേഴ്സും ഓപ്റ്റ് ചെയ്യാറ് ODL കോഴ്സുകൾ തന്നെയാണ്. അപ്പൊ ODL-ലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത്. സോ ലിങ്ക് ക്ലിക്ക് ചെയ്ത് തുടങ്ങാൻ തന്നെ നോക്കുക, ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും വെൽക്കം ടു ദ അഡ്മിഷൻ പോർട്ടൽ ഫോർ ODL പ്രോഗ്രാംസ് എന്നുള്ളത്. ഇവിടെ ഓൺലൈൻ ആണ് കാണുന്നതെങ്കിൽ നിങ്ങൾ തിരിച്ചു പോയിട്ട് അടുത്ത ഒരു ലിങ്ക് സെലക്ട് ചെയ്ത് നോക്കുക. ബിക്കോസ് ODL പ്രോഗ്രാംസിലാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. സോ ODL പ്രോഗ്രാംസിൽ എങ്ങനെ രജിസ്റ്റർ ചെയ്യാം എന്നുള്ളതിലേക്ക് നമുക്ക് വൈകാതെ വരാം. അപ്പൊ അതിൽ ആദ്യമായി തന്നെ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യേണ്ടുന്ന ഒരു കാര്യമാണ് ABCID അഥവാ അപാർ ID. അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് ID ഇല്ലാതെ നമ്മൾക്ക് ആപ്ലിക്കേഷനുമായിട്ട് അല്ലെങ്കിൽ അതിന്റെ രജിസ്ട്രേഷനുമായിട്ട് പോലും മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കില്ല. ഇപ്പൊ പുതുതായി വന്ന ഒരു ലേണറെ സംബന്ധിച്ച് അല്ലെ ആദ്യമായി ഇഗ്നോയിൽ ഒരു കോഴ്സ് എടുക്കുന്ന ലേണറെ സംബന്ധിച്ച് അവർക്ക് രജിസ്റ്റേർഡ് യൂസർ ലോഗിൻ ഒരിക്കലും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ എന്ത് ചെയ്യണം, പുതിയ രജിസ്ട്രേഷൻ, ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾക്കായിട്ട് ഒരു യൂസർ നെയിമും പാസ്വേഡും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ABCID എന്നുള്ളത് നിർബന്ധമാണ്. സോ എങ്ങനെ അപാർ ID ക്രിയേറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോയും ലേൺവൈസിൽ അവൈലബിൾ ആണ്. സോ ഒട്ടും സമയം കളയാതെ ആ വീഡിയോ കാണുക. വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ABCID ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ABCID ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ലിങ്കിൽ വന്ന് നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്കി രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് കംപ്ലീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ ആദ്യം തന്നെ ABCID ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപാർ ID എൻ്റർ ചെയ്ത് കൊടുക്കുക. ABCID എന്ന് പറയുന്നതും അപാർ ID എന്ന് പറയുന്നതും ഒരേ കാര്യം തന്നെയാണ്. അത് എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രമായിരിക്കും നമുക്ക് ആപ്ലിക്കേഷനുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുക. സോ നമ്മൾ ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുന്നു. അവിടെ സ്റ്റുഡന്റ് രജിസ്ട്രേഷൻ ഫോം കാണാൻ സാധിക്കും. യൂസർ നെയിം കൊടുക്കണം, അതുപോലെ നിങ്ങളുടെ സ്വന്തം ഇമെയിൽ ID കൊടുക്കണം. മറ്റൊരു ഇമെയിൽ ID കൊടുക്കുന്നില്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുകയും വേണം. കാരണം ഇതിനെ സംബന്ധിച്ചുള്ള ബാക്കി എല്ലാ ഡീറ്റെയിൽസും നിങ്ങളുടെ ഈ ഒരു ഇമെയിൽ ID-യിലേക്കായിരിക്കും വരിക. അതുകൊണ്ട് സ്വന്തം ഇമെയിൽ ID-യും സ്വന്തം ഫോൺ നമ്പറുമാണ് കൊടുക്കുന്നത് എന്നുള്ളത് എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മൾക്ക് താല്പര്യമുള്ള ഒരു പാസ്വേഡ് കൊടുക്കണം. നിങ്ങളുടെ പേരിന്റെ ഒപ്പം @123 എന്നോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു പാസ്വേഡ് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ നന്നായിരിക്കും. അങ്ങനെ പാസ്വേഡും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ താഴെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യാനുണ്ട്. ഫോൺ നമ്പർ കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ക്യാപ്ച കൊടുക്കാനുള്ള ഓപ്ഷൻ കാണാം. സോ ക്യാപ്ച കുറച്ച് ടഫാണ് പലപ്പോഴും. സോ അത് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ടുള്ള ക്യാപ്ച വരും. സോ അവിടെ ക്യാപ്ച നിങ്ങൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് അവിടെ രജിസ്റ്റർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ രജിസ്റ്റർ പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു വിൻഡോയിലേക്കാണ് വരിക. സോ അവിടെ നമ്മൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇമെയിൽ ID-യിലേക്ക് ഒരു OTP പോകുന്നുണ്ട്. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനൊപ്പം ഒരു ക്യാപ്ചയും കൂടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് സബ്മിറ്റ് OTP. അപ്പൊ ഇത് 15 മിനിറ്റിനുള്ളിൽ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് ആപ്ലിക്കേഷനുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കില്ല. സോ എത്ര പെട്ടെന്ന് നിങ്ങൾ OTP എൻ്റർ ചെയ്ത് കൊടുക്കുമ്പോൾ അത്രയും ബെറ്റർ ആയിരിക്കും. അങ്ങനെ OTP എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ OTP-യും അതുപോലെ ക്യാപ്ചയും എൻ്റർ ചെയ്തു നമ്മൾ സബ്മിറ്റ് കൊടുത്താൽ ഇങ്ങനെ ഒരു വിൻഡോയിലേക്ക് നമ്മൾ എത്തും. ഇവിടെയാണ് നമ്മളുടെ ABCID നമുക്ക് യൂസ്ഫുൾ ആവുന്നത്.
ഇവിടെ ABCID ഇല്ലെങ്കിൽ അല്ലെങ്കിൽ അപാർ ID ഇല്ലെങ്കിൽ നമുക്ക് ആപ്ലിക്കേഷനുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നതായിരിക്കില്ല. ഇവിടെ അപ്ലിക്കന്റിന്റെ ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലായിട്ട്. അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് തന്നെ നമ്മളുടെ അപാർ ID എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷനും വരുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ 12 അക്ക അപാർ ID നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കുക. അങ്ങനെ നമ്മൾ അപാർ ID എൻ്റർ ചെയ്ത് കൊടുത്തു. അങ്ങനെ അപാർ ID എൻ്റർ ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾക്കൊരു OTP വെരിഫൈ ചെയ്യാനുള്ള ഒരു വിൻഡോയിലേക്കാണ് എത്തുന്നത്. അപ്പൊ നമ്മളുടെ അപാർ ID വെച്ചുള്ള രജിസ്റ്റേർഡ് ഇമെയിൽ ID ഏതാണോ അതിലേക്കാണ് OTP വരിക. ആ OTP ആണ് നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. സോ ഒരേ ഇമെയിൽ ആണെങ്കിൽ ഒരു കുഴപ്പമില്ല. രണ്ട് ഇമെയിൽ ആയിട്ടാണ് നിങ്ങൾ സപ്പോസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളതെങ്കിൽ ആ രണ്ടാമത്തെ ഇമെയിലായിരിക്കും ഒരു പക്ഷേ നിങ്ങളുടെ OTP വരിക. സോ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് രണ്ടും ഒരു ഇമെയിൽ ID വെച്ച് തന്നെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇമെയിൽ ID മാത്രം വെച്ച് എന്ത് ചെയ്താൽ മതി, ഇഗ്നോന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ABCID കാര്യങ്ങളും ട്രാക്ക് ചെയ്താൽ മതിയാവും. ഒരുവിധം ലേണേഴ്സ് ഒന്നും തന്നെ ഇതിനോടകം ABCID ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണമെന്നില്ല, ഒരു കുഴപ്പവുമില്ല. ഇനി ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇഗ്നോയിൽ കൊടുത്തിരിക്കുന്ന സെയിം മെയിൽ ID വെച്ചിട്ട് തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ഉറപ്പ് വരുത്തുക. അങ്ങനെ ആകുമ്പോൾ പിന്നീട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ആ ഒരു സെയിം ഇമെയിൽ ID തന്നെ ഇൻഫർമേഷൻ എന്നുള്ള രീതിക്കും അതുപോലെ നിങ്ങൾ എവിടെയെങ്കിലും എൻ്റർ ചെയ്ത് കൊടുക്കേണ്ട രീതിക്കും നിങ്ങൾക്ക് അത് കുറച്ചുകൂടി എളുപ്പമായിരിക്കും. സോ അങ്ങനെ ഞാൻ OTP എൻ്റർ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി ഇവിടെ കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്കൊരു പുതിയ വിൻഡോയിൽ കുറച്ച് പെർമിഷൻസ് അല്ലെങ്കിൽ ഈ ഡീറ്റെയിൽസ് ഇഗ്നോവുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അതിൽ ബുദ്ധിമുട്ടില്ലല്ലോ എന്നുള്ള രീതിയിൽ ഒരു കൺഫർമേഷൻ അവർ എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ കൺസെന്റ് അവർ എടുക്കുന്നുണ്ട്. അപ്പൊ അതിൽ എന്തൊക്കെ ഇൻഫർമേഷൻ ആണെന്ന് നോക്കാം. പാൻ വെരിഫിക്കേഷൻ റെക്കോർഡ് അത് സെലക്ട് ചെയ്യാം. നമുക്കിവിടെ ഡ്രൈവിംഗ് ലൈസൻസ് അത് വേണമെങ്കിൽ അതും സെലക്ട് ചെയ്യാം. സോ ഇതിലെ ഡീറ്റെയിൽസ് ഇഗ്നോ എടുക്കുന്നതായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പ്രൊഫൈൽ ഇൻഫർമേഷൻ, നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറും ഒക്കെ തന്നെയാണ്. ഇതൊക്കെ ഐഡന്റിഫിക്കേഷന്റെ ഭാഗമായിട്ട് തന്നെ അവർ എടുക്കുന്ന ഡോക്യുമെന്റ്സ് ആണ്. അപ്പം നമ്മളിപ്പോ ഒരു പരീക്ഷ എഴുതാൻ പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ഒരു ഗവൺമെന്റ് അപ്രൂവ്ഡ് ID അവിടെ ചോദിക്കും. അപ്പൊ അതുപോലെയുള്ള ഒരു ഡോക്യുമെന്റ് അവർ എടുക്കുന്നു, അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് എടുത്തവർ നമ്മളെ വെരിഫൈ ചെയ്യാൻ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഇവിടെ വരുന്നുള്ളൂ. അക്കാഡമിക് ബാങ്ക് ഓഫ് ക്രെഡിറ്റ്സ് ഡീറ്റെയിൽസിന്റെ നേരെ താഴെ തന്നെ ഒരു കൺസെന്റ് വാലിഡിറ്റി ഡേറ്റ് ഉണ്ട്. അപ്പൊ ഇന്ന് തൊട്ട് ഒരു 15 ദിവസത്തോളമാണ് മാക്സിമം അവർ ആവശ്യപ്പെടുന്നത് ഈ ഒരു ഡീറ്റെയിൽസ് ഒക്കെ തന്നെ ഷെയർഡ് ആവണം എന്നുള്ളത്. സോ അവിടെ ഓട്ടോമാറ്റിക്കലി ഉള്ള ഡേറ്റ് മാറ്റിയിട്ട് മേ ബി നിങ്ങൾക്ക് 15 ദിവസം കൃത്യം 15 ദിവസം മതി എന്നുണ്ടെങ്കിൽ ആ 15 ദിവസം ആക്കാം. ഇപ്പൊ ഇവിടെ ഞാൻ January 2 ആക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുക കൃത്യം ഏകദേശം ഒരു 30 ദിവസത്തോളമുള്ള ഡേറ്റ് ആണ്. സോ നിങ്ങൾക്ക് മാറ്റണമെങ്കിൽ മാറ്റാം, അല്ലെങ്കിൽ അങ്ങനെ തന്നെ മതിയെങ്കിൽ അങ്ങനെ തന്നെ വെക്കുകയും ചെയ്യാം. പർപ്പസ് അവിടെ ഓട്ടോമാറ്റിക്കലി വന്ന് കിടപ്പുണ്ട്. ഇനി നമ്മൾ അലോ കൊടുത്തു കഴിഞ്ഞാൽ മാത്രം മതി. സോ അലോ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ റിക്വസ്റ്റ് പ്രോസസ് ചെയ്യുന്നതാണ് നമ്മൾ ഈ കാണുന്നത്. അങ്ങനെ അപാർ IDയും OTP നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തു. നമ്മുടെ കൺസെന്റും നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവരൊരു കൺഫർമേഷൻ കൂടെ എടുക്കുന്നുണ്ട്. നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസും നമ്മുടെ അപാർ ID വെച്ചിട്ടുള്ള നമ്മൾ ആദ്യമേ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസും രണ്ടിലെയും പേഴ്സണൽ ഡീറ്റെയിൽസ് നമ്മുടെ സർട്ടിഫിക്കറ്റ്സിലെ ആയിക്കൊള്ളട്ടെ അപാർ IDയിൽ നമ്മൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് ആയിക്കൊള്ളട്ടെ അത് രണ്ടും സെയിം ആണെന്നുള്ള ഒരു കാര്യത്തിന്റെ കൺഫർമേഷൻ അവിടെ ചോദിക്കുന്നുണ്ട്. അതവിടെ സെയിം ആണെങ്കിൽ നിങ്ങൾ ടിക്ക് കൊടുത്ത് എന്ത് ചെയ്യുക, സേവ് ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. അപ്പൊ അതിന്റെ കൂടെ തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പേരും അതുപോലെ തന്നെ ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറും കൊടുത്തിട്ടുണ്ട്. അതുകൂടെ ജസ്റ്റ് ചെക്ക് ചെയ്യുക. അപാർ ID അവിടെ കൊടുത്തിട്ടുണ്ട്, അതും കറക്റ്റ് അല്ലേ എന്നുള്ളത് നോക്കുക. അതിൽ ഡിസ്ക്രിപ്പൻസി ഒന്നും ഇല്ല എന്നുള്ളത് ഉറപ്പ് വരുത്തുക. എന്നിട്ട് സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്മളുടെ ഇഗ്നോ രജിസ്ട്രേഷന്റെ പോർട്ടലിലേക്ക് അല്ലെ ഇഗ്നോ രജിസ്ട്രേഷന്റെ ആദ്യ സ്റ്റെപ്പ് ആയിട്ടുള്ള പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുന്നിടത്തേക്ക് എത്തും. സോ ഇങ്ങനെ ഒരു 8ഓളം സ്റ്റെപ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് നമ്മുടെ ഇഗ്നോ അഡ്മിഷൻ അല്ലെ ഇഗ്നോ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആവുക. ഒരു പുതിയ കോഴ്സ് ചെയ്യാൻ വരുന്ന ലേണറെ സംബന്ധിച്ച് ന്യൂ രജിസ്ട്രേഷൻ ചെയ്ത് അപാർ ID കൊടുത്ത് അതിൽ കൺഫർമേഷനും കൊടുത്ത് ഈ ഒരു വിൻഡോയിൽ എത്തുമ്പോഴാണ് നമ്മളുടെ ഇഗ്നോ രജിസ്ട്രേഷൻ എന്നുള്ള പ്രൊസീജിയർ സ്റ്റാർട്ട് ആവുന്നത്. ഇതും കൂടെ നമ്മൾക്കൊരു 10-15 മിനിറ്റ്സിൽ മാക്സിമം എടുത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സോ ഞാൻ പെട്ടെന്ന് ഓരോന്നും ചെയ്തു പോകുന്നതായിരിക്കും. നിങ്ങൾക്ക് ഉള്ള എല്ലാ സംശയങ്ങളും ആപ്ലിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംശയങ്ങളും ക്ലിയർ ചെയ്തുകൊണ്ടായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. സോ ഇനിയൊട്ട് സ്വയം കളയാതെ നമ്മുടെ രജിസ്ട്രേഷന്റെ കാര്യങ്ങൾ നോക്കാം. സോ ആദ്യമേ ഒരു ഡിക്ലറേഷൻ ആണ് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുമ്പോൾ വരുന്നത്, അല്ലെ എൻ്റർ ചെയ്യാനുള്ള വിൻഡോയിൽ നമുക്ക് കാണാൻ സാധിക്കുക. ആ ഡിക്ലറേഷനിൽ പറയുന്ന എന്റെ അപാർ IDയിൽ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം തന്നെ എന്റെ 10ഉം +2ഉം സർട്ടിഫിക്കറ്റ്സ് അനുസരിച്ചുള്ള അല്ലെ അതിലെ രണ്ടിലെയും ഡീറ്റെയിൽസ് സെയിം ആണെന്നുള്ളത് ഡിക്ലറേഷൻ ആണ്. ഇനി അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ ഇവിടെ എഡിറ്റ് പേഴ്സണൽ ഇൻഫർമേഷൻ ഡിക്ലറേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. അല്ലാത്ത പക്ഷം സെയിം ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി നമ്മുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും ജെൻഡറും വന്നിട്ടുണ്ട്. അപാർ IDയിലും അതുപോലെ തന്നെ നമ്മുടെ 10ാം ക്ലാസ്സിന്റെ സർട്ടിഫിക്കറ്റ് അല്ലെ +2ന്റെ സർട്ടിഫിക്കറ്റിലും ഒരേ ഡീറ്റെയിൽസ് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി ഇത് രണ്ടും രണ്ടാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ എഡിറ്റ് പേഴ്സണൽ ഇൻഫർമേഷൻ ഡിക്ലറേഷൻ എന്നിട്ട് ഇവിടെ എന്ത് ചെയ്യണം, മിസ്മാച്ചിങ് പേഴ്സണൽ ഇൻഫർമേഷൻ എന്ന് പറഞ്ഞിട്ട് എഡിറ്റ് ഡീറ്റെയിൽസ് പോയിട്ട് എഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി അതല്ല കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, നേരെ മുകളിൽ വരിക, പേഴ്സണൽ ഇൻഫർമേഷൻ മാച്ചസ് ഇൻ അപാർ ആൻഡ് സർട്ടിഫിക്കറ്റ്സ് എന്നുള്ള ഓപ്ഷൻ തന്നെ എടുക്കുക, സേവ് ആൻഡ് കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് ബാക്കി താഴേക്കുള്ള കാര്യങ്ങൾ ചെയ്തു പോയാൽ മതിയാവും. ഓക്കെ, നെക്സ്റ്റ് ഇനി താഴേക്ക് വരുമ്പോൾ ബാക്കി ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാം.
സോ അങ്ങനെ ആ ഡിക്ലറേഷൻ കഴിഞ്ഞു, നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ ചെക്ക് ചെയ്തു താഴേക്ക് വരുമ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് കൊടുക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അതിൽ അമ്മയുടെ പേര്, അതുപോലെ ഗാർഡിയൻ ആരാണ്, ഗാർഡിയന്റെ പേര് എന്താണെന്നുള്ളത് ചോദിക്കുന്നുണ്ട്, കാറ്റഗറി ചോദിക്കുന്നുണ്ട്, സിറ്റിസൺഷിപ്പ്, കൺട്രി, ടെറിട്ടറി, റൂറൽ ആണെങ്കിൽ റൂറൽ കൊടുക്കുക, അർബൻ ആണെങ്കിൽ അർബൻ കൊടുക്കുക, മൈനോറിറ്റി ആണെങ്കിൽ ആണെന്ന് കൊടുക്കുക, റിലീജിയണും മാരിറ്റൽ സ്റ്റാറ്റസും ചോദിക്കുന്നുണ്ട്. സോഷ്യൽ സ്റ്റാറ്റസിൽ ഇവിടെ സെലക്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, പക്ഷെ നമ്മൾ എടുക്കേണ്ട ഏതാണ്, കശ്മീരി മൈഗ്രന്റ് ആണെങ്കിൽ കശ്മീരി മൈഗ്രന്റ് കൊടുക്കുക, എക്സ് സർവീസ്മാൻ ആണെങ്കിൽ അത് കൊടുക്കുക, അല്ലാത്ത പക്ഷം നോട്ട് അപ്ലിക്കബിൾ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമേ ആപ്ലിക്കേഷൻ മുന്നോട്ട് പോവുള്ളൂ. അതുകൊണ്ട് നോട്ട് അപ്ലിക്കബിൾ കൊടുക്കുന്നുണ്ടെന്നുള്ളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ ഇമെയിൽ ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്, ഒരു ആൾട്ടർനേറ്റ് ഇമെയിലൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ, സെക്കൻഡറി ഇമെയിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. അതുപോലെ മറ്റൊരു മൊബൈൽ നമ്പർ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ആൾട്ടർനേറ്റ് മൊബൈൽ ആയിട്ട് കൊടുക്കാം, പക്ഷെ അത് നിർബന്ധമുള്ള കാര്യങ്ങളല്ല. മറ്റു വിവരങ്ങളായിട്ട് ചോദിക്കുന്നത് ഏതെങ്കിലും രീതിയിലുള്ള ഡിസബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നോ കൊടുക്കുക, യെസ് ഉള്ളവരാണെങ്കിൽ മാത്രം യെസ് കൊടുക്കുക. എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ് എന്താണെന്ന് ചോദിക്കുന്നുണ്ട്, അൺഎംപ്ലോയിഡ് ആണെങ്കിൽ അത് കൊടുക്കുക, എംപ്ലോയിഡ് ആണെങ്കിൽ അത് കൊടുക്കുക. ഏത് രീതിയിലാണോ നിങ്ങളുടെ എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ് ഉള്ളത്, ജോലിയുടെ സ്റ്റാറ്റസ് എന്താണ്, അതാണ് അവിടെ ഫില്ല് ചെയ്യേണ്ടത്. അങ്ങനെ എംപ്ലോയ്മെന്റ് സ്റ്റാറ്റസ് കഴിഞ്ഞ് താഴേക്ക് വരുമ്പോൾ സ്കോളർഷിപ്പ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. സോ ഏതെങ്കിലും സ്കോളർഷിപ്സ് നിങ്ങൾ അവൈൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക, അതിന്റെ ഇൻകമോ അതുപോലെ തന്നെ നിങ്ങളുടെ പോവർട്ടി ലൈൻ സ്റ്റാറ്റസ് BPL ആണോ അല്ലയോ എന്നുള്ളൊരു കാര്യം അവിടെ മെൻഷൻ ചെയ്യേണ്ടതുണ്ട്. സോ അതൊന്നും നിർബന്ധമുള്ള കാര്യങ്ങളല്ല, അതൊന്നും കൊടുത്തില്ലെങ്കിൽ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മുന്നോട്ട് പോകും. അപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു വട്ടം നിങ്ങൾക്ക് എന്ത് വരും, ഒരു വട്ടം നിങ്ങൾക്ക് അത് പ്രിവ്യൂ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്ലൈ ചെയ്ത ഉടനെ തന്നെ ആ ഒരു സെക്ഷനിലെ ഡീറ്റെയിൽസ് ഒക്കെ തന്നെ കറക്റ്റ് അല്ലേന്ന് അവർ ചോദിക്കുന്നുണ്ട്. അത് കറക്റ്റ് ആണെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുക, ഇനി എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ എഡിറ്റ് കൊടുക്കാവുന്നതാണ്. സോ ഞാൻ നെക്സ്റ്റ് കൊടുക്കുകയാണ്, എൻ്റെ ഒരു മിസ്റ്റേക്സും ഇല്ല. ഏത് പ്രോഗ്രാം ആണ് എനിക്ക് താല്പര്യം, ഡിഗ്രി ആണെങ്കിൽ ബാച്ചിലർ എടുക്കുക, PG ആണെങ്കിൽ മാസ്റ്റേഴ്സ് എടുക്കുക. ഇനി ഏത് ടൈപ്പ് ഓഫ് സ്റ്റഡി ആണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്, ODL എന്നുള്ള ഓപ്ഷൻ ആണ് ഉള്ളത്, അത് ODL തന്നെയാണ് എടുക്കേണ്ടത്. ഇനി ഏത് പ്രോഗ്രാമിലേക്കാണ്, ഇപ്പൊ ഞാൻ MA ഹിസ്റ്ററി ആണ് ചെയ്യാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ MA ഇംഗ്ലീഷ് ആണ് ചെയ്യാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ അത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇഗ്നോയിൽ അവൈലബിൾ ആയുള്ള അത്രയും PG പ്രോഗ്രാംസ് നിങ്ങൾ മാസ്റ്റേഴ്സ് എടുത്തു കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. ഇനി ബാച്ചിലേഴ്സ് എടുത്തു കഴിഞ്ഞാൽ അത്രയും ഡിഗ്രി പ്രോഗ്രാംസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നിങ്ങളുടെ റീജിയണൽ സെന്റർ ഏതാണെന്നുള്ളതാണ് ചോദ്യം. സോ കേരളത്തിൽ പ്രധാനമായിട്ട് പറയുകയാണെങ്കിൽ 3 റീജിയണൽ സെന്റേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. 1 വടകര, 2 കൊച്ചിൻ, 3 ട്രിവാൻഡ്രം. സോ നോർത്തേൺ കേരളയിലെ ഡിസ്ട്രിക്ട്സ് ഒക്കെ തന്നെ വരുന്നത് വടകര റീജിയണൽ സെന്ററിന്റെ കീഴിലാണ്. സെൻട്രൽ കേരളയിലെ സ്റ്റഡി സെന്റേഴ്സ് ഒക്കെ തന്നെ വരുന്നത് കൊച്ചിൻ റീജിയണൽ സെന്ററിന്റെ കീഴിലാണ്. സദേൺ കേരളയിലെ സ്റ്റഡി സെന്റേഴ്സ് എല്ലാം തന്നെ വരുന്നത് ട്രിവാൻഡ്രം റീജിയണൽ സെന്ററിന്റെ കീഴിലാണ്. സോ നിങ്ങളുടെ ലൊക്കാലിറ്റി, നിങ്ങളുടെ കറന്റ് സ്റ്റാറ്റസ്, നിങ്ങൾ എവിടെ നിന്നാണ് ഈ ഒരു കോഴ്സ് കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ചിലരുടെ വീട് കോഴിക്കോടായിരിക്കാം പക്ഷെ ജോലി തിരുവനന്തപുരത്തായിരിക്കാം. അങ്ങനെയുള്ളവർക്ക് പൊതുവെ തിരുവനന്തപുരത്ത് തന്നെ സ്റ്റഡി സെന്റർ ആയിട്ട്, അല്ലെ റീജിയണൽ സെന്റർ ആയിട്ട് എടുത്തിട്ട് അവിടുത്തെ സ്റ്റഡി സെന്ററിൽ നിന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും കുറെ കൂടെ എളുപ്പം. കാരണം പരീക്ഷയാണെങ്കിലും ഇനി അസൈൻമെന്റ് സബ്മിഷൻ ആണെങ്കിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് തിരുവനന്തപുരം തന്നെ ബേസ് ചെയ്തിട്ടുള്ള ഇടങ്ങളിലായിരിക്കും സ്റ്റഡി സെന്റേഴ്സ് ആയിട്ട് കിട്ടുക. അവിടെ മാത്രം സബ്മിറ്റ് ചെയ്താൽ മതിയാവും. അല്ലാത്ത പക്ഷം നിങ്ങൾ കോഴിക്കോട് വന്നിട്ട് അത് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരും. അതൊരു ഉദാഹരണം മാത്രമാണ്. ഇനിയിപ്പോ കൊച്ചിയിൽ വീടുള്ള, കോഴിക്കോട് ജോലി ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ വടകര റീജിയണൽ സെന്ററിന്റെ കീഴിൽ ആ കോഴ്സ് ചെയ്യുന്നതായിരിക്കും കുറെ കൂടെ എളുപ്പം. സോ നിങ്ങൾക്ക് പോയി വരാൻ പറ്റുന്ന ഒരു ഇടം ഏതാണോ അത് ബേസ് ചെയ്തിട്ടുള്ള ഒരു റീജിയണൽ സെന്റർ വേണം നിങ്ങൾ സെലക്ട് ചെയ്യാൻ. അങ്ങനെ ആകുമ്പോൾ സപ്പോസ് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് പോകണമെന്നുണ്ടെങ്കിലും, ഇനി സ്റ്റഡി സെന്ററിലൊക്കെ ആണെങ്കിലും പലപ്പോഴും നിങ്ങൾ പോയി തന്നെയാണ് അസൈൻമെന്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പൊ അങ്ങനെ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അടുത്തുള്ള ഒരു സ്ഥലമാകുന്നത് തന്നെയാണ് എന്തുകൊണ്ട് കൺവീനിയന്റ്. അപ്പൊ ആ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ നിങ്ങളുടെ റീജിയണൽ സെന്ററും അതുപോലെ തന്നെ നിങ്ങളുടെ സ്റ്റഡി സെന്ററും സെലക്ട് ചെയ്യാൻ. സോ തൽക്കാലം ഞാനിവിടെ കൊച്ചിൻ റീജിയണൽ സെന്റർ ആണ് എടുക്കുന്നത്. ഇനി കൊച്ചിൻ റീജിയണൽ സെന്ററിന്റെ കീഴിൽ MA ഇംഗ്ലീഷ് കൊടുക്കുന്ന സ്റ്റഡി സെന്റേഴ്സ് ഏതൊക്കെയാണെന്നുള്ള ഇവിടെ കാണാൻ സാധിക്കും. സോ അതിൽ ഞാൻ തൽക്കാലത്തേക്ക് ഒരു സ്റ്റഡി സെന്റർ എടുക്കുകയാണ്. ആലപ്പുഴയുള്ള സെന്റ് മൈക്കിൾസ് കോളേജ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി മീഡിയം ചോദിക്കുന്നുണ്ട്, അത് ഇംഗ്ലീഷിൽ തന്നെ നമുക്ക് പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകളെല്ലാം തന്നെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു. ഇനി ഓൾറെഡി ഞാൻ ഇഗ്നോയിൽ നിന്ന് ഏതെങ്കിലും കോഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലാത്ത പക്ഷം നോ കൊടുക്കുക, എന്നിട്ട് സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രിവ്യൂ വരും. പ്രിവ്യൂവിൽ എല്ലാം കറക്റ്റ് ആണെങ്കിൽ നെക്സ്റ്റ് കൊടുക്കുക, അല്ലാത്ത പക്ഷം എഡിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീണ്ടും നെക്സ്റ്റ് കൊടുക്കാവുന്നതാണ്. സോ നെക്സ്റ്റ് നമ്മളുടെ കറന്റ് ക്വാളിഫിക്കേഷൻ എന്താണെന്നുള്ളതാണ് ചോദ്യം. സോ PG ചെയ്യണമെങ്കിൽ സ്വാഭാവികമായിട്ടും എനിക്ക് ഡിഗ്രി ഉണ്ടായിരിക്കണം, അല്ലെ തത്തുല്യ ക്വാളിഫിക്കേഷൻ വേണം. അപ്പൊ എനിക്ക് ഡിഗ്രി ഉള്ളതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ഗ്രാജുവേഷൻ സെലക്ട് ചെയ്യുന്നു. ഇനി മെയിൻ സബ്ജക്ട് ഏതാണെന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അതും നിങ്ങൾ ഡിഗ്രിയിൽ പഠിച്ചിട്ടുള്ള വിഷയം കോമൺ ആയിട്ട് തന്നെ, ഇപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി തുടങ്ങിയുള്ള കാര്യങ്ങളാണെങ്കിൽ സയൻസും, ഇനി ഇംഗ്ലീഷ് അതുപോലെ ലാംഗ്വേജ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ്, ഹിന്ദി സെലക്ട് ചെയ്യാം. മറ്റ് ലാംഗ്വേജ് ആണെങ്കിൽ നിങ്ങൾക്ക് അതർ കൊടുത്തിട്ട് അവിടെ സ്പെസിഫൈ ചെയ്യാവുന്നതാണ്. ഇനി BCom പോലുള്ള കോഴ്സുകൾ അല്ലെ BBA പോലുള്ള കോഴ്സുകളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കൊമേഴ്സ് ഓപ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഏതാണോ നിങ്ങൾ ഡിഗ്രിയിൽ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ +2 ചെയ്തിട്ടുള്ളത് ആ ഒരു സബ്ജക്റ്റ് ആണ് നിങ്ങൾ അവിടെ കൊടുക്കേണ്ടത്. ഇനി ഏത് വർഷം പാസ്സായി എന്നുള്ളതാണ്, ഗ്രാജുവേഷൻ പാസ്സായ വർഷം. ഇനിയിപ്പോ +2 കഴിഞ്ഞിട്ട് ഡിഗ്രി എടുക്കുന്നവരാണെങ്കിൽ +2 പാസ്സായ വർഷമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സോ ഗ്രാജുവേഷൻ പാസ്സായ ഒരു വർഷം കൊടുക്കുക. എന്തായിരുന്നു നിങ്ങളുടെ സ്കോർ എന്ന് ചോദിക്കുന്നുണ്ട്.
സോ ഫസ്റ്റ് ക്ലാസ് ആണോ, സെക്കൻഡ് ഡിവിഷൻ ആണോ, തേർഡ് ഡിവിഷൻ ആണോ എന്നുള്ളതാണ്. അത് ഇനി പാസ് മാർക്കാണ് നേടിയിട്ടുള്ളെങ്കിൽ പാസ് കൊടുത്താലും മതി. അപ്പൊ ഇതൊന്നും നിങ്ങളുടെ അഡ്മിഷൻ ഒരു രീതിയിലും ബാധിക്കുന്ന കാര്യങ്ങളല്ല. ജസ്റ്റ് അവർ അറിയാൻ വേണ്ടി ചോദിക്കുന്ന കാര്യങ്ങളായിട്ട് മാത്രമേ ഇതിനെ കണക്കാക്കേണ്ടൂ. സോ ഞാൻ തൽക്കാലം ഫസ്റ്റ് ഒന്ന് കൊടുക്കുകയാണ്. എത്ര പെർസെന്റേജ് മാർക്ക് ആയിരുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. സോ ഫസ്റ്റ് ക്ലാസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 60 എബവ് മാർക്ക് നിർബന്ധമായിട്ടും വേണ്ടതുണ്ട്. അതേ സ്ഥാനത്ത് നിങ്ങൾ സെക്കൻഡ് ക്ലാസ് ആണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം 45 തൊട്ട് 59 വരെയുള്ള മാർക്കാണ് ഉള്ളത്. അതിൽ നിന്നാണ് നിങ്ങളുടെ പെർസെന്റേജ് ഓഫ് മാർക്ക് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. ഇനി അതുപോലെ തേർഡ് ആണെങ്കിൽ നിങ്ങളുടെ മാർക്ക് വരിക 31 തൊട്ട് 44 വരെയുള്ള ഒരു ശതമാനത്തിനിടയിലാണ്. സോ ഏതാണോ നിങ്ങളുടെ മാർക്ക് എത്രയാണ്, ഇപ്പൊ നിങ്ങൾക്ക് 59% കിട്ടിയെങ്കിൽ അത് സെക്കൻഡ് ക്ലാസ്സിലാണ് വരിക. 62% മാർക്ക് ആണെങ്കിൽ അത് ഫസ്റ്റ് ക്ലാസ്സിലാണ് വരിക. ആ രീതിയിൽ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു കാര്യം ഇവിടെ ഫില്ല് ചെയ്യാം. അടുത്തത് നിങ്ങൾ ഏത് ബോർഡിൽ നിന്നാണ്, ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് നിങ്ങളുടെ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതെന്നുള്ളതാണ് ചോദ്യം. സോ അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഇതിൽ ഒരു യൂണിവേഴ്സിറ്റിയും പരിചയമുള്ളതായിട്ട് അല്ലെങ്കിൽ ബോർഡും പരിചയമുള്ളതായിട്ട് തോന്നണം എന്നില്ല. സോ ഏറ്റവും താഴെ വന്നു കഴിഞ്ഞാൽ നോട്ട് ലിസ്റ്റഡ് ഇൻ ദിസ് ലിസ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂണിവേഴ്സിറ്റിയുടെ പേര് ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ മാത്രം മതിയാവും. അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ റോൾ നമ്പറും തൊട്ട് താഴെ എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. റോൾ നമ്പർ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി എൻറോൾമെന്റ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. സോ അത് കൊടുത്തിട്ടില്ലെങ്കിലും മുന്നോട്ട് പോകും, പക്ഷെ കൊടുക്കുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത്. ഇനി നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു വിൻഡോയിലേക്കാണ് എത്തുക. കോഴ്സിൽ നിങ്ങൾക്ക് ഏതൊക്കെ പേപ്പേഴ്സ് ആണ് പഠിക്കാൻ താല്പര്യം എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ ഇതില് 32ഓളം ക്രെഡിറ്റ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടതുണ്ട്. 32 ക്രെഡിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പേപ്പറാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പൊ ഈ 4 പേപ്പർ ഏതൊക്കെ സെലക്ട് ചെയ്യണം എന്നുള്ളത് നമ്മുടെ താല്പര്യം അനുസരിച്ച് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അപ്പൊ കോഴ്സ് സെലക്ഷൻ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. 4ൽ കൂടുതൽ സെലക്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലൊരു മെസ്സേജ് ആണ് കാണിക്കുക. അതായത് മാക്സിമം നിങ്ങൾക്ക് 4 എണ്ണമാണ് സെലക്ട് ചെയ്യാൻ പറ്റുക. മറ്റൊരു പേപ്പർ താല്പര്യമാണെങ്കിൽ ഇതിൽ താല്പര്യം കുറഞ്ഞൊരു പേപ്പർ മാറ്റിയിട്ട് നിങ്ങൾക്ക് മറ്റൊരു പേപ്പർ സെലക്ട് ചെയ്യാവുന്നതാണ്. സോ ടോട്ടൽ 8 പേപ്പർ വരുന്നുണ്ട്. അതിൽ ഏത് 4 പേപ്പർ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് തീരുമാനിക്കാം. എല്ലാം 8 ക്രെഡിറ്റ് കോഴ്സുകളാണ്. സോ ടോട്ടൽ 32 ക്രെഡിറ്റ്സ് എന്ന് പറയുമ്പോൾ 4 കോഴ്സുകളാണ് നിങ്ങൾ ഓപ്റ്റ് ചെയ്യേണ്ടത്. ഞാൻ ഫോർ ദ ടൈം ബീങ് 4 കോഴ്സുകൾ ഓപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുകയാണ്. ഇതിൽ എലക്ടീവ്സ് ആണ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നത്. കമ്പൽസറി ആയിട്ട് ഇവിടെ ഓൾറെഡി ഒരു പേപ്പർ കാണാനും സാധിക്കും. സോ ടോട്ടൽ ആ ഒരു സെമസ്റ്ററിൽ അല്ലെ ആ ഒരു ഇയറിൽ നിങ്ങൾക്ക് ഓരോ കോഴ്സ് അനുസരിച്ച് മാറും. ചില കോഴ്സുകൾ സെമസ്റ്റർ വൈസ് ആണ് ഉണ്ടാവുക, രജിസ്ട്രേഷനും എക്സാംസും. ചില കോഴ്സുകൾ ഇയർ വൈസ് ആണ് രജിസ്ട്രേഷൻസും അതുപോലെ തന്നെ എക്സാംസും ഉണ്ടാവുക. സോ അത് നിങ്ങൾ എടുക്കുന്ന കോഴ്സ് അനുസരിച്ച് ഇരിക്കും. സോ ഇവിടെ കമ്പൽസറി ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ട പേപ്പർ 1 ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ അതിൽ 4ഓളം പേപ്പറുകൾ എലക്റ്റീവ് ആയിട്ടാണ് വരുന്നത്. സോ അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ മുന്നോട്ട് പോവുകയാണ്. അത് കൺഫേം ചെയ്യുക, റിവ്യൂ നോക്കിയിട്ട്. അടുത്ത് നമ്മുടെ അഡ്രസ് ആണ് കൊടുക്കാൻ പറയുന്നത്. സോ നിങ്ങളുടെ വീട്ടുപേര്, നിങ്ങളുടെ സ്ഥലം, നിങ്ങളുടെ പിൻകോഡ്, ഇതൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതെവിടെ എന്തുകൊണ്ട് ഇമ്പോർട്ടന്റ് ആവുന്നു, അല്ലെ എവിടെയാണ് ഇതിന്റെ യൂസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ വ്യത്യസ്ത കോഴ്സുകളിൽ എൻറോൾ ചെയ്യുന്ന സമയത്ത് അതിനാവശ്യമായുള്ള ടെക്സ്റ്റ് ബുക്സ്, മെറ്റീരിയൽസ് ഡൽഹിയിൽ നിന്ന് നമ്മൾക്ക് അയച്ചു തരികയാണ് പതിവ്. സോ ഇത് അയച്ചു തരുന്നതിനായിട്ടുള്ള അഡ്രസ് ആണ് ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത് അല്ലെ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അഡ്രസ് നിങ്ങൾ എൻ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ പെർമനന്റ് അഡ്രസ്സിനേക്കാളും നിങ്ങൾ മറ്റെവിടെയെങ്കിലും നിന്നുകൊണ്ടാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ അഡ്രസ് തന്നെ കൊടുക്കുന്നുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾ എവിടെയാണോ കറന്റ് ഉള്ളത് അവിടുത്തെ അഡ്രസ് കൊടുക്കാൻ പറയുന്നതിന്റെ പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു മെറ്റീരിയൽസ്, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്സ് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ എത്തുക എന്നുള്ളത് ഈ ഒരു അഡ്രസ്സിന്റെ ബേസിസിൽ മാത്രമായിരിക്കും. അതല്ല നിങ്ങൾ ഇവിടെ വീട്ടിലെ അഡ്രസ് കൊടുത്തു കഴിഞ്ഞ് നിങ്ങൾ ജോലി സ്ഥലത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ വീട്ടിൽ നിന്ന് അത് ജോലി സ്ഥലത്തേക്ക് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അതേ സ്ഥാനത്ത് നിങ്ങൾ നിങ്ങളുടെ തന്നെ അഡ്രസ് കൊടുക്കുകയാണ്, കറന്റ് ക്വാർട്ടേഴ്സിലോ അല്ലെങ്കിൽ നിങ്ങൾ വേറൊരിടത്ത് വീടെടുത്തോ നിൽക്കുകയൊക്കെ ആണെങ്കിൽ അവിടേക്ക് മെറ്റീരിയൽസ് വന്നു കഴിഞ്ഞാൽ കുറെ കൂടെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. വീട്ടിലെ അഡ്രസ് ആണെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്കത് പിന്നീട് നിങ്ങൾക്ക് ഒഴിവുള്ള ഒരു സമയത്തൊക്കെ തന്നെ പോയിട്ട് കൊണ്ടുവരേണ്ടി വരും. സോ എവിടെ നിന്നാണോ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്, എവിടെ മെറ്റീരിയൽസ് വരുന്നതാണോ നിങ്ങൾക്ക് കംഫർട്ടബിൾ, ആ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ട് വേണം ഈ ഒരു അഡ്രസ് നിങ്ങൾ ഫില്ല് ചെയ്യാൻ. ഒരുപക്ഷെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എങ്കിൽ, മറ്റൊരിടത്താണ് നിങ്ങൾ ജോലി ചെയ്യുന്നതെങ്കിൽ പോലും വീട്ടിലെ അഡ്രസ് കൊടുക്കുക. നിങ്ങൾ ഈ കൊടുക്കുന്ന അഡ്രസ്സിലായിരിക്കും നിങ്ങളുടെ മെറ്റീരിയൽസ് ഡെലിവർ ആവുക. അങ്ങനെ പേരും അഡ്രസ്സും ഒക്കെ തന്നെ കൊടുത്ത് നിയറസ്റ്റ് പോസ്റ്റ് ഓഫീസ് ഏതാണെന്ന് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. പിൻകോഡ് കൊടുത്തതിന് ശേഷം അപ്പൊ അവിടെ എന്റെ സ്റ്റേറ്റും അതുപോലെ തന്നെ ഡിസ്ട്രിക്റ്റും വന്നിട്ടുണ്ട്. ഞാൻ സബ്മിറ്റ് കൊടുക്കുകയാണ്. സോ അവിടെ വീണ്ടും ചോദിക്കുന്നുണ്ട് ഇത് തന്നെയല്ല എന്റെ അഡ്രസ്സും ചോദിക്കുന്നുണ്ട്. സോ ഞാൻ കൺഫേം ചെയ്യുന്നു, നെക്സ്റ്റ് കൊടുക്കുന്നു. അപ്പൊ ഇനി ഇവിടെ നമ്മളുടെ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടുന്ന സെക്ഷൻ ആണ്. അപ്ലോഡ് സെക്ഷനിലേക്ക് വരുമ്പോൾ നമ്മളുടെ ഫോട്ടോഗ്രാഫ് ആവശ്യമാണ്, സിഗ്നേച്ചർ ആവശ്യമാണ്, 10th സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആണ്. ഇനി ഡിഗ്രി ചെയ്യുന്നവരെ സംബന്ധിച്ച് 12th സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആണ്. PG ചെയ്യുന്നവരെ സംബന്ധിച്ച് ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റും അതുപോലെ തന്നെ പാസ് സർട്ടിഫിക്കറ്റും അത്യാവശ്യമാണ്. ഓരോ ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യുന്നതിനും കൃത്യമായ സ്പെസിഫിക്കേഷൻസും ഉണ്ട്. ഫോട്ടോ നോക്കുകയാണെങ്കിൽ മാക്സിമം സൈസ് എന്ന് പറയുന്നത് 100 KB ആണ്, മിനിമം സൈസ് എന്ന് പറയുന്നത് 10 KB ആണ്. അതുപോലെ ഫയൽ ഒന്നെങ്കിൽ JPG അല്ലെങ്കിൽ JPEG ഫോമാറ്റിലുള്ളതായിരിക്കണം. സോ സെലക്ട് ഫയൽ കൊടുക്കുക, ഫയൽ സെലക്ട് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക്
ആ ഒരു ഫയൽ അപ്ലോഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും. അപ്ലോഡ് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ഇത് ഡെമോ ആയിട്ട് ഞാൻ ചെയ്തതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ തന്നെ അപ്ലോഡ് ചെയ്യാവുന്നതാണ്. സോ നിങ്ങളുടെ ഫോട്ടോ ആയിരിക്കും ഈ ഒരു പോർഷനിൽ വരിക. ഇനി സിഗ്നേച്ചർ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഫയൽ സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക, സ്റ്റാർട്ട് അപ്ലോഡ് കൊടുക്കുക. സിഗ്നേച്ചറും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു സൈഡിലായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. ഇനി 10th സർട്ടിഫിക്കറ്റും സിമിലർ ആയിട്ട് തന്നെ ഇത് ഒരു ഡെമോ എന്നുള്ള രീതിയിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. നിങ്ങളുടെ ഓരോ സർട്ടിഫിക്കറ്റ്സും ഈ രീതിയിലാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അപ്പൊ ഈ സർട്ടിഫിക്കറ്റ്സ് ഒക്കെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ഫോർമാറ്റിൽ നിങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള ഉറപ്പ് വരുത്തണം. അതിനുശേഷം മാത്രമാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ടത്. 10th സർട്ടിഫിക്കറ്റിന് ശേഷം വരുന്നത് മാർക്ക് ഷീറ്റ് ആണ്. എന്റെ ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റ് ആണ് അവർ ആവശ്യപ്പെടുന്നത്. സോ മാർക്ക് ലിസ്റ്റ് ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. PG ആയതുകൊണ്ടാണ് എന്നോട് ഡിഗ്രിയുടെ മാർക്ക് ലിസ്റ്റ് ആവശ്യപ്പെടുന്നത്. ഇനിയിപ്പം ഡിഗ്രി ആണെങ്കിൽ +2ന്റെ മാർക്ക് ലിസ്റ്റും പാസ് സർട്ടിഫിക്കറ്റും ആണ് അവർ ആവശ്യപ്പെടുക. ഇനി അതിന്റെ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യാൻ പറയുന്നതാണ് എന്റെ ഗ്രാജുവേഷന്റെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒറിജിനൽ സർട്ടിഫിക്കറ്റ്. ഇപ്പൊ ഗ്രാജുവേഷൻ കഴിയുന്ന സമയത്ത് നമുക്ക് മാർക്ക് ലിസ്റ്റ് കിട്ടും. അതിനൊപ്പം തന്നെ നമുക്കൊരു പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഒരു ടെമ്പററി സർട്ടിഫിക്കറ്റ് ആണ്. നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടാൻ സമയമാവുന്നതുകൊണ്ട് തന്നെ നമ്മുടെ അഡ്മിഷൻ പ്രൊസീജിയേഴ്സിനൊക്കെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് ആണ്. സോ ആ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങളുടെ ഡിഗ്രി ഒറിജിനൽ സർട്ടിഫിക്കറ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് ആണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനി അതേഴ്സ് എന്ന് പറയുന്നിടത്ത് ഞാനിപ്പോൾ OBC കൊടുത്തിട്ടുണ്ടെങ്കിൽ OBCയുടെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അവർ അപ്ലോഡ് ചെയ്യാൻ പൊതുവെ ആവശ്യപ്പെടാറുണ്ട്. ചില കോഴ്സുകളിൽ ഫീസ് ഇളവ് റിസർവ്ഡ് കാറ്റഗറിയിലേക്ക് വരുമ്പോൾ ഉണ്ടാവാറുണ്ട്. എല്ലാ കോഴ്സുകൾക്കും ഇല്ല, കുറഞ്ഞ കോഴ്സുകളിൽ. സോ ആ ഒരു സർട്ടിഫിക്കറ്റ് കൂടെ അവർ ആവശ്യപ്പെടും. സോ ഇത്രയും ഡോക്യുമെന്റ്സ് ആണ് ഞാൻ നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്യേണ്ടത്. സോ അതൊക്കെ ഞാൻ അപ്ലോഡ് ചെയ്തു. ഇനി നെക്സ്റ്റ് കൊടുത്തു. സോ അങ്ങനെ നമ്മൾ 7ാമത്തെ സ്റ്റെപ്പായിട്ടുള്ള പ്രിവ്യൂയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഫൈനൽ പ്രിവ്യൂ ആണ്, മറ്റൊന്നും കൊണ്ടല്ല. നമ്മൾ ഇത്രയും നേരം ഈ ഒരു 6 സെക്ഷൻസിലായിട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ടുള്ള മൊത്തം ഡീറ്റെയിൽസ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ അതൊന്നുകൂടെ നിങ്ങൾ എല്ലാവരും വായിച്ചു നോക്കണം. കാരണം ഇതൊരു വട്ടം നമ്മൾ സബ്മിറ്റ് ചെയ്ത് ഫീ കൂടെ പേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഇതൊന്നും തന്നെ നമുക്ക് തിരിച്ചെടുക്കാൻ സാധിക്കുന്നതായിരിക്കില്ല. അപ്പൊ അതുകൊണ്ട് എല്ലാവരും പേഴ്സണൽ ഡീറ്റെയിൽസും പ്രോഗ്രാമും ക്വാളിഫിക്കേഷനും കോഴ്സും അതുപോലെ നമ്മുടെ അഡ്രസ് കൊടുത്തിരിക്കുന്ന പ്രോപ്പർ ആണോ, അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോയും സിഗ്നേച്ചറും സർട്ടിഫിക്കറ്റ്സും എല്ലാം തന്നെ കറക്റ്റ് ആണോ എന്നുള്ളത് നിർബന്ധമായും ചെക്ക് ചെയ്യണം. അത് ചെക്ക് ചെയ്ത് ഉറപ്പുവരുത്തിയ ശേഷം മാത്രമേ നമ്മൾ ഇവിടെ നെക്സ്റ്റ് കൊടുക്കേണ്ടതുള്ളൂ. ഈ പറഞ്ഞ ഓരോ സെക്ഷൻസും താഴോട്ട് വരുമ്പോൾ നമുക്ക് കാണാം. അങ്ങനെ ഏറ്റവും താഴേക്ക് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫീ ഡീറ്റെയിൽസ് കാണാൻ സാധിക്കും. ഈ ഒരു കോഴ്സിന് നമ്മൾ പേ ചെയ്യേണ്ടുന്ന ഫീസ് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. സോ പ്രോഗ്രാം ഫീ 8,000 ആണ്. ഡെവലപ്മെന്റ് ഫീ എന്ന് പറഞ്ഞ ഒരു ഫീ 400 rupees ആണ് വരുന്നത്. രജിസ്ട്രേഷൻ ഫീ 300 രൂപയാണ് വരുന്നത്. സോ ടോട്ടൽ ഫീ എന്ന് പറയുന്നത് 8,700 രൂപയാണ് ഈ ഒരു കോഴ്സിന് വരുന്നത്. അതാത് കോഴ്സുകൾക്ക് വ്യത്യസ്ത ഫീസ് ആണ് ഉണ്ടാവുക. അങ്ങനെ ഫീ പേ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ നിർബന്ധമായും ടിക്ക് ചെയ്യേണ്ട ഒരു കോളം ഇവിടെ ഉണ്ട്, ഐ അഗ്രി എന്ന് പറഞ്ഞിട്ട്. ഒരു സെൽഫ് ഡിക്ലറേഷൻ ആണ്. ഞാൻ ഈ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ കറക്റ്റ് ആണ്, എന്റെ എലിജിബിലിറ്റി പ്രോപ്പർ ആണ്, ആൻഡ് ഈ ഒരു കോഴ്സ് ചെയ്യുന്നതിനുള്ള എല്ലാവിധ യോഗ്യതയും എനിക്കുണ്ട് എന്ന് ഞാൻ തന്നെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ഡിക്ലറേഷൻ. സോ ഐ അഗ്രി കൊടുക്കുന്നു, അക്സെപ്റ്റ് ആൻഡ് പ്രൊസീഡ് ഫോർ പേയ്മെന്റ് കൊടുക്കുന്നു. സോ മറ്റൊരു വിൻഡോയിലേക്ക് പോവും. തിരിച്ചു പോകാൻ പറ്റുന്നതായിരിക്കില്ല. പേയ്മെന്റ് ചെയ്യണം എന്നുള്ള ഒരു കാര്യം കൂടെ അവിടെ ഒരു നോട്ടീസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു റിമൈൻഡർ പോലെ അത് വരുന്നുണ്ട്. സോ അത് കൊടുക്കുക. അത് കൊടുത്ത ശേഷം നമ്മൾ പേയ്മെന്റ് അല്ലെങ്കിൽ ഫീ ഓപ്ഷനിലേക്ക് എത്തും. അവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ HDFC പേയ്മെന്റ് ഗേറ്റ്വേ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ IDBI പേയ്മെന്റ് ഗേറ്റ്വേ യൂസ് ചെയ്യാം. സോ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ഏതൊരു ഓപ്ഷനും സെലക്ട് ചെയ്യാം. UPI സെലക്ട് ചെയ്യാം, നെറ്റ് ബാങ്കിങ് സെലക്ട് ചെയ്യാം. ഇനി ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ വെച്ചാണ് നിങ്ങൾ പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് യൂസ് ചെയ്തുകൊണ്ടും പേ ചെയ്യാം. സോ അവിടെ UPI സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ UPI ID കൊടുക്കുക. നിങ്ങളുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ ഫോൺ പേ അല്ലെങ്കിൽ ഏത് UPI വെച്ചാണോ നിങ്ങൾ പേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിലേക്ക് കൃത്യമായിട്ട് ആ ഒരു എമൗണ്ട് പേ ചെയ്യാനുള്ള ഓപ്ഷൻ വരികയും അത് പേ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കോഴ്സ് നിങ്ങൾ രജിസ്റ്റേർഡ് ആയിട്ട് കാണിക്കുന്നതുമായിരിക്കും. സോ കോഴ്സ് രജിസ്റ്റേർഡ് ആയെന്ന് പറയുമ്പോൾ ആ ഒരു രജിസ്ട്രേഷൻ പ്രൊസീജിയർ ആണ് കംപ്ലീറ്റ് ആവുന്നത്. അതിന്റെ ഫീ പേയ്മെന്റിന്റെ റെസീറ്റും ഡൗൺലോഡ് ചെയ്ത് വെക്കണം. ബിക്കോസ് ഈ ഒരു രജിസ്ട്രേഷൻ പ്രൊസീജിയർ കഴിഞ്ഞാൽ ഒരു 2 weeksനുള്ളിലാണ് നിങ്ങൾക്ക് കോഴ്സിൽ നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ചെയ്തുകൊണ്ടുള്ള കൺഫർമേഷൻ മെയിൽ നിങ്ങളുടെ മെയിൽ ID വരിക. സോ കൺഫർമേഷൻ മെയിൽ വന്നു കഴിഞ്ഞാലാണ് നിങ്ങളുടെ അഡ്മിഷൻ ഷുവർ ആയി എന്നുള്ളത് പറയാൻ സാധിക്കുകയുള്ളൂ. സോ അത് 2 weeks അല്ലെങ്കിൽ 3 weeksനുള്ളിലൊക്കെ ആയിട്ട് വരാറുമുണ്ട്. സോ കൺഫർമേഷൻ മെയിൽ വന്നു കഴിഞ്ഞാൽ മാത്രമാണ് അഡ്മിഷൻ കൺഫേം ആയിട്ടുള്ളത്. അതല്ലാത്ത പക്ഷം ഏതെങ്കിലും ഡീറ്റെയിൽസ് ഒക്കെ തന്നെ മേ ബി ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ സർട്ടിഫിക്കറ്റ്സിൽ ഡിസ്ക്രിപ്പൻസി എന്ന് പറഞ്ഞു വരും. സോ അപ്ലൈ ചെയ്ത് നിങ്ങളൊരു എല്ലാ ദിവസവും തന്നെ പരമാവധി ഈ ഒരു വിൻഡോയിൽ കയറി നോക്കേണ്ടതുണ്ട്. കൺഫർമേഷൻ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി കയറി നോക്കുക. ഒരുപക്ഷെ ഡിസ്ക്രിപ്പൻസി കാരണമായിരിക്കും, ഏതെങ്കിലും ഒരു ഡാറ്റ മിസ്മാച്ച് ആയതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ ആയിട്ട് ഈ ഒരു കൺഫർമേഷൻ വരാത്തത്. അത് വളരെ പെട്ടെന്ന് കറക്റ്റ് ചെയ്യാനും വളരെ പെട്ടെന്ന് തന്നെ കൺഫർമേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതുമായിരിക്കും. സോ അവിടെ മാത്രമേ ആ ഒരു കൺഫർമേഷൻ ഡിലേഡ് ആവുകയുള്ളൂ. ബാക്കി എല്ലാ കേസിലും ഈ പറഞ്ഞിരിക്കുന്ന ഒരു സമയത്തിനുള്ളിലായിട്ട് നിങ്ങൾക്ക് കൺഫർമേഷൻ ലഭിക്കുന്നതായിരിക്കും. സോ ബേസിക്കലി ഇത്രയുമാണ് നമ്മളുടെ ഒരു ഇഗ്നോയിൽ ഒരു പുതിയ കോഴ്സ് എടുക്കുന്ന ലേണറെ സംബന്ധിച്ച് ആപ്ലിക്കേഷനിലെ രജിസ്ട്രേഷൻ പാർട്ടിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ.
ഇഗ്നുവിന്റെ ജാനുവരി 2026 സൈക്കിളിൽ ഡിഗ്രി PG നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ ലേണേഴ്സിനും അല്ലെങ്കിൽ അങ്ങനെ ഒരു കോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ഇതിനോടകം തന്നെ എങ്ങനെയാണ് രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റി കൃത്യമായ ഒരു ധാരണ ലഭിച്ചിട്ടുണ്ടാവും തന്നെയാണ് ഞാൻ കരുതുന്നത്. സോ കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതുമാണ്. ആൻഡ് ഒരിക്കൽ കൂടെ ലേൺവൈസിനെ പറ്റി അറിയാത്തവർക്കായിട്ട് വളരെ ചുരുക്കം വാക്കുകൾ ഞാൻ പരിചയപ്പെടുത്താം. രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയുള്ള ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി നൽകി വരുന്ന 36ഓളം വരുന്ന പ്രോഗ്രാമുകളിൽ ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായുള്ള എല്ലാവിധ സപ്പോർട്ടും പ്രൊവൈഡ് ചെയ്യുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമാണ് ലേൺവൈസ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ അറിയുന്നതിനായിട്ടും ഈ പറഞ്ഞ പോലെ കോഴ്സുകളെ പറ്റി കൂടുതൽ മനസ്സിലാക്കുന്നതിനായിട്ടും എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ എക്സിക്യൂട്ടീവ്സുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെ എക്സ്പീരിയൻസ് അറിയുന്നതിനായിട്ട് ലേൺവൈസ് യൂട്യൂബ് ചാനലിൽ നിങ്ങൾ സന്ദർശിക്കാവുന്നതാണ്. അവിടെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോ വീഡിയോസ് കാണുക, കൂടുതൽ അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഇഗ്നുവിലെ ആ ഒരു കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് അല്ലെ അതിലേക്ക് ആദ്യ ചുവടെടുത്ത് വെക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഉറപ്പുവരുത്തുക. മറ്റൊരു പ്രധാന വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള കാര്യങ്ങളുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ.